ഹലോ ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. ആസാദി എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീനിധി ബാസി മെയിൻ കഥാപാത്രമായിരുന്നു പടം. ആ പടം മെയ് 23 റിലീസാകാനുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തു. അപ്പോൾ എന്തായാലും 2 പുതിയ പോസ്റ്റേഴ്സ് ഇട്ടിരുന്നു, 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആനിയുടെ ദ പാരഡൈസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് എത്തിയിരിക്കുന്നത് സരിഗമ എന്നുള്ള അറിയിച്ചു. എന്തായാലും ഇതിൻ്റെ OST എന്ന് വെച്ചാൽ ഒരു ഗ്ലിംസ് പുറത്തിട്ടായിരുന്നു അതിൻ്റെ OST ഇന്ന് രാവിലെ 11:07 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ അയൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് സീരീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സീരീസ് എന്തായാലും ഡിസ്നി പ്ലസിലൂടെ ജൂൺ 24 പുറത്തിറങ്ങാനുള്ള അറിയിച്ചു. പിന്നെ മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും പടം ജൂണിൽ റിലീസാകാനുള്ള അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. പിന്നെ കിസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിൻ്റെ പടത്തിന്റെ റിലീസ് ജൂലൈയിലായിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. പിന്നെ ഗഗനമാർഗം എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരുന്നു. വിജയ് ആന്റണി മെയിൻ കഥാപാത്രമായിരുന്ന പടമാണ്. എന്തായാലും ആ പടത്തിന്റെ പേര് മാറ്റിയിട്ട് മാർഗം എന്നുള്ള രീതിയിൽ മാത്രം ആക്കിയിട്ടുണ്ട്. എന്തായാലും വിജയ് ആന്റണിയും അജയ് ദിശ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. എന്തായാലും പടത്തിന്റെ റിലീസ് ജൂൺ 27 എന്നുള്ള കൺഫേം ചെയ്തു. പിന്നെ കുമാര സംഭവം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ഇമോഷണൽ പോസ്റ്റർ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അത് ശശികുമാർ, ആര്യ, സിമ്രാൻ, പുഷ്കർ, പിന്നെ ഗായത്രി ഇവരൊക്കെ കൂടിയിട്ടാണ് ലോഞ്ച് ചെയ്യാനുള്ള അറിയിച്ചിട്ടുണ്ട്. അത് ഇന്ന് 6 പുറത്തിറക്കാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബലംകൊണ്ട സായി ശ്രീനിവാസിന്റെ ഭൈരവ് എന്ന പടത്തിന്റെ റിലീസ് ഡേറ്റ് മെയ് 30 ഒഫീഷ്യലി കൺഫേം ചെയ്തു. പിന്നെ വെമ്പ് എന്ന പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബൺ ബട്ടർ ജാം എന്ന പടത്തിലത്തെ ദിയ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ 11 എന്ന പടത്തിന്റെ 2 days to go പോസ്റ്റർ ഉണ്ട്. ഇന്നലെ വന്ന പോസ്റ്റാണ്. പിന്നെ ഡെവിൽസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന പടത്തിന്റെ 2 days to go പോസ്റ്റർ ഉണ്ട്. ഇത് ഇന്നലെ വന്ന പോസ്റ്റാണ്. പിന്നെ പടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ യശിക എന്ന് പറഞ്ഞ ആളുടെ പേര് ദേവി ആൻഡ് മായ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗീതിക എന്ന് പറഞ്ഞ ആളുടെ പേര് ആസൈ, ഹർഷിനി, പിന്നെ ജെസിക്ക, ഇങ്ങനെ 2 പേരിലാണ് കൊടുത്തിട്ടുള്ളത്. 2 പേരാണ് കൊടുത്തിട്ടുള്ളത്. കുറെ ആൾക്കാർക്ക് ഇതിൽ 2 പേരായിട്ട് വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ള അറിയില്ല. പിന്നെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് നല്ല അഭിപ്രായം കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലും പറഞ്ഞിരുന്നു. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അഭിപ്രായമൊക്കെ പറയാനും പറ്റില്ല. ഇവിടെ പടത്തിന്റെ കേരളത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതുവരെയായിട്ട് 5 ദിവസം കൊണ്ട് 5.25 കോടിയാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ എത്ര ദിവസത്തെ കളക്ഷൻ 133.92 കോടിയാണെന്നുള്ള ഒഫീഷ്യൽ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ കപ്പ് കാപ്പി എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. മെയ് 23 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ വർഷം എന്ന് പറഞ്ഞിട്ടുള്ള റീ റിലീസിന് വരികയാണ് മെയ് 23. എന്തായാലും ഇതിന്റെ ബുക്കിംഗ് ഇന്ന് 10:35 മുതൽ തുടങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട് രാവിലെ. പിന്നെ ഒണ്ടി മുനിയും നല്ല പാടണം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീച്ചർ ഇന്ന് 6 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് രഞ്ജിത്താണ് ലോഞ്ച് ചെയ്യാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം തെലുങ്കിൽ റിലീസാകാൻ പോവാണ്. അത് മെയ് 23 അറിയിച്ചു. പിന്നെ ഗാംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയതും അത് ആമസോൺ പ്രൈമിലൂടെ ഇന്ന് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം എന്ന് പറഞ്ഞാൽ 5 ഭാഷകളിലാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ റാപ്പോ 22 എന്ന് വെച്ചാൽ രാമപ്പത്തിനുവേണ്ട 22ാമത്തെ പടത്തിന്റെ ഒരു ഗ്ലിംസ് ഇന്ന് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ടൈറ്റിൽ ഗ്ലിംസ് അത് ഇന്ന് രാവിലെ 10:08 അറിയിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞ പടത്തിലത്തെ കഥ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ 265 കോടിയും തുടരും 200 കോടി നേടി എന്നുള്ള ലെവലിൽ അറിയിച്ചുകൊണ്ടുള്ളൊരു കേക്കാണ്. എന്തായാലും കേക്കിന്റെ ഫോട്ടോ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിടത്തെ ആട് പൊന്മയിൽ എന്ന് പറഞ്ഞിട്ടുള്ള 2ാമത്തെ പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. മിന്നൽ വള എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാട്ട് സൂപ്പറായിരുന്നു. ഇതും അത്യാവശ്യം നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ കമൽഹാസനും മണിരത്നം, എ.ആർ. റഹ്മാനും ഒന്നിക്കുന്ന പടം STR ഉണ്ട് പടത്തിൽ. ആ പടത്തിന്റെ പേരാണ് തഗ് ലൈഫ് എന്നുള്ളത്. എന്തായാലും ജൂൺ 5 പടം റിലീസ് ആകുന്നത്. അപ്പോൾ ഇതിന്റെ ട്രെയിലർ ഈ മെയ് 17 പുറത്തിറക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഹിന്ദി ട്രെയിലർ മുംബൈയിൽ വെച്ചിട്ട് മെയ് 20, മലയാളം ട്രെയിലർ തിരുവനന്തപുരത്ത് വെച്ചിട്ട് മെയ് 21, തെലുങ്ക് ട്രെയിലർ ഹൈദരാബാദിൽ വെച്ചിട്ട് മെയ് 22 ലോഞ്ച് ചെയ്യുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഇതിന്റെ ഓഡിയോ ലോഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ് 24 നടക്കാൻ പോകണമെന്നുള്ളത് സായിരാം കോളേജിൽ വെച്ചിട്ടാണ് അതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രീ റിലീസ് അടക്കമുണ്ട് ഇതിന്റെ. അത് ഡൽഹിയിൽ മെയ് 26, ബാംഗ്ലൂരിൽ മെയ് 27, തിരുവനന്തപുരത്ത് മെയ് 28, വിശാഖയിൽ മെയ് 29, മലേഷ്യയിൽ മെയ് 31, ദുബായിൽ ജൂൺ 1. അത് കഴിഞ്ഞാൽ ജൂൺ 5 പടത്തിന്റെ റിലീസ് ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള അറിയില്ല വേറെ. എന്തായാലും ട്രെയിലറിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, വരട്ടെ. പിന്നെ STR ഒരു പടത്തിൽ പാട്ട് പാടുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് വേറൊരു പടത്തിലല്ല. OG എന്ന് പറഞ്ഞിട്ടുള്ള പാൻ കല്യാണം അഭിനയിക്കുന്ന പടത്തിലാണ്. എന്തായാലും ഈ പടത്തിൽ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ഷൂട്ടൊക്കെ നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങിയെന്നുള്ള ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം ഷൂട്ട് തുടങ്ങിയതിനു ശേഷം ആൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും ഈ പടം സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എടുക്കുന്നത്. ഈ സുജിത്ത് അടുത്തായിട്ട് ഞാനിനെ വെച്ചിട്ടായിരിക്കും പടം എടുക്കാനുള്ള കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ UG എന്ന് പറഞ്ഞ പടത്തിന് ശേഷം അത് ഏകദേശം കൺഫേം ആയതാണ്. ഓൾറെഡി അനൗൺസ് ചെയ്തതായിരുന്നു. 2025 വരുന്നു അല്ലെങ്കിൽ തുടങ്ങുന്ന രീതിയിൽ അങ്ങനെ എന്തോ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 2025 തുടങ്ങുമെന്ന് തോന്നുന്നില്ല. 2026 തുടങ്ങുന്നുണ്ടാവുക. അല്ലെങ്കിൽ 2025 ലാസ്റ്റിലായിട്ട് തുടങ്ങിയിട്ട് 2026 27 റിലീസ് ഉണ്ടാവും. എന്തായാലും വരട്ടെ. പിന്നെ ദ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യ എന്നുള്ള രീതിയിലൊരു ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കവർ പേജ് ആയിട്ട് പ്രാവശ്യം വിജയ് ദേവരകൊണ്ടയാണ് വന്നിട്ടുള്ളത്. എന്തായാലും വിജയ് ദേവരകൊണ്ടയുടെ ഇനി റിലീസ് ആകാൻ പോണ പടം 12ാമത്തെ പടമാണ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തെ കുറച്ച് സ്റ്റിൽസൊക്കെ പുറത്തിട്ടുണ്ട്. സ്റ്റിൽസൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അവിടുത്തെ റിലീസ് പറഞ്ഞാൽ മെയ് 30 ആയിരുന്നു. അത് ഒന്ന് മാറ്റിയിട്ടുണ്ട് ജൂലൈ 4. എന്തായാലും അത് അറിയിച്ചിട്ടുള്ള ഒരു പോസ്റ്ററും കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ശിവാർത്തിന്റെ അടുത്തായിട്ട് വരാനുള്ള മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. അത് കഴിഞ്ഞാൽ പരശക്തി എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസ് ആവാണ്ട് സുധാകർ എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ വേറെ കുറച്ച് പടങ്ങളുണ്ട്. CB ചക്രവർത്തിയായിട്ടും കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കാർത്തിക് സുബരാജിനായിട്ടൊരു പടം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എപ്പോഴാണ് തുടങ്ങാന്നുള്ളതെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും കാർത്തിക് സുബരാജ് ഇപ്പോൾ സൂര്യനെ വെച്ചിട്ടാണ് പടം എടുത്തിട്ടുണ്ടായിരുന്നത്. റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതേമാതിരി ഇനി അടുത്തായിട്ട് വെങ്കിയാറ്റ്ലൂരാണ് സൂര്യനെ വെച്ചിട്ട് പടം എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ RJ ബാലാജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വെങ്കിയാറ്റ്ലൂരാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെങ്കിയാറ്റ്ലൂരി ഈ സൂര്യയുടെ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അജിത് കുമാറിനെ വെച്ചിട്ട് പടം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതിന്റെ കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല, പക്ഷെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യൻ്റെ പടം. ആ പടം ഒരു വയലൻസ് എന്ന് പറഞ്ഞ ഒരു പടമായിരിക്കും എന്നുള്ള രീതിയിൽ കുറച്ച് റൂമറൊക്കെ കേട്ടായിരുന്നു കുറച്ച് മുന്നേ. അത് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തായാലും മാർക്കോനായിട്ട്
അനിമൽ നാട്ടിയൊക്കെ ഭയങ്കര വയലന്റ് പടമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ആവുമെന്നുള്ള അറിയില്ല. ഇതിൻ്റെ ഒരു ഗ്ലിംസ് ഇറക്കി വിട്ട് കണ്ടിട്ട് അങ്ങനെ എല്ലാവർക്കും തോന്നി. ഇനിയിപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എസ് എസ് രാജമൗലി അടുത്തായിട്ട് എടുക്കുന്ന പടമാണ് SSMB29. സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ എസ് എസ് രാജമൗലി എടുക്കുന്ന പടം. എന്തായാലും ഈ പടത്തിലൊരു ബോട്ട് സീക്വൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 3000-ലധികം ആൾക്കാർ കൂടി വന്നിട്ടുള്ളൊരു ബോട്ട് സീക്വൻസ്. അതിൻ്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ മാസം നടന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അതിൻ്റെ ഷൂട്ട് തുടങ്ങിയാൽ എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും ഈ പടത്തിൽ ഇപ്പോൾ ഒരു മെയിൻ റോളിൽ വിക്രം ഉണ്ടാവുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്, ചെയ്യാൻ വിക്രം. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയത്തില്ല. ഇപ്പോൾ വന്ന റൂമറാണ്, ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.